Hi, hello, welcome back to the classes. Thanks a lot for joining today. So, today is our day 7 of our training, and today's session is gonna be General English 2. അല്ലേ ജനറൽ ഇംഗ്ലീഷിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ടോട്ടൽ ട്രെയിനിങ്ങിൻ്റെ ഡേ 7 ആണ് അല്ലേ. സോ ഇന്ന് ആദ്യമായിട്ട് ക്ലാസ്സിന് വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, താഴെ ഒന്ന് നമ്മുടെ നിങ്ങളുടെ പേരും സ്ഥലവും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഈ മുകളിൽ ഈ ഐ ബട്ടണിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയിട്ട് ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ കാണുക. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന പോലെ എടുക്കരുത്. ഇതൊരു കോഴ്സാണ്. ബേസിക് ലെവൽ മുതൽ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഫ്രീ കോഴ്സാണ്. സോ നിങ്ങൾക്ക് ഡേ 1 മുതൽ കണ്ടു തുടങ്ങുക. 1 മില്യൺ ആളുകളെങ്കിലും നമുക്ക് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരണം. നമുക്ക് എല്ലാവർക്കും കൂടി ലെറ്റ്സ് ലേൺ ടുഗെദർ ആൻഡ് ഗ്രോ ടുഗെദർ, അതാണ് നമ്മളുടെ മെസ്സേജ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ആളുകൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറൈറ്റ്, സോ try to be a part of this venture. Okay, so today is gonna be day 2 of our general English അല്ലേ. ജനറൽ ഇംഗ്ലീഷ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ചർച്ച ചെയ്തത് ഓർക്കുന്നുണ്ടോ? ജനറൽ ഇംഗ്ലീഷിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇംഗ്ലീഷ് സെൻറ്റൻസ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ. ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഏതാണ്, നമ്മൾ ഏതാണെന്നാണ് മനസ്സിലാക്കിയത്. ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ എൻജിൻ ഏതാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അല്ലേ. എന്തായിരുന്നു? ഓഫ് കോഴ്സ് വേർബ് അല്ലേ. വേർബാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം. വേർബ് ഉണ്ടെങ്കിലേ ആ സെൻറ്റൻസിന് ഒരു എക്സിസ്റ്റൻസ് ഉള്ളൂ എന്ന്. ഇപ്പോൾ പല ആളുകളും നമ്മൾ ഇതുപോലെയുള്ള ബേസിക് ലെവൽ കാര്യങ്ങൾ മുതൽ തുടങ്ങുമ്പോൾ ആളുകൾ സാധാരണ ചോദിക്കാറുള്ള 2 ചോദ്യങ്ങളുണ്ട്. അതായത് ഒരു കാര്യം ചോദിക്കാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മലയാളമൊക്കെ പഠിച്ചത് ഇതുപോലെയാണോ, ഇതുപോലെ നമ്മൾ ഒരു സെൻറ്റൻസ് എടുത്ത് അതിൽ എന്തൊക്കെ സംഭവങ്ങളാണുള്ളത് നോക്കി, അല്ലെങ്കിൽ അതിലെങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണോ നമ്മളിപ്പോൾ മലയാളം സംസാരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ സ്ട്രക്ചർ പഠിക്കുന്നു, മറ്റ് പല റൂൾസ് പഠിക്കുന്നു, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിക്കുന്നു, എന്നിട്ട് അത് പറഞ്ഞ് ഇങ്ങനെ പഠിക്കുന്നത് എന്തിനാണ്, മലയാളം പഠിച്ച പോലെ പഠിച്ചാൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നും. സോ അതിന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ മലയാളം പഠിച്ചു തുടങ്ങിയത് നമ്മളുടെ അതായത് ഒരു 2 years ഒക്കെ ആകുമ്പോൾ അല്ലേ. ചില കുട്ടികൾ 2 yearsന് മുമ്പ് തന്നെ ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോൾ സംസാരിച്ച് തുടങ്ങാറുണ്ട് അല്ലേ. സോ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് മലയാളം പഠിപ്പിക്കാനായിട്ട് നമ്മുടെ ചുറ്റുഭാഗത്തും ഒരു 4-5 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ലേ. നമ്മുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചിലപ്പം ചേട്ടനുണ്ടാവും, അനിയനുണ്ടാവും, സിസ്റ്റർ ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ ചുറ്റുഭാഗത്തും ആളുകൾ നമ്മളോട് ഓരോന്ന് ചോദിച്ചും പറഞ്ഞും നമ്മൾ തെറ്റിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല മോനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തിരുത്തി തന്നും അല്ലേ. ഇങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്തും എന്തുണ്ടായിരുന്നു, വി വർ സറൗണ്ടഡ് വിത്ത് അവർ ദ മലയാളം, റൈറ്റ് അല്ലേ. വി വർ ഇമേഴ്സ്ഡ് ഇൻ ഇറ്റ്. നമ്മൾ ആ ലാംഗ്വേജിൽ മുങ്ങിപ്പോയ പോലെയായിരുന്നു. നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന വിളിച്ചു ഉണർത്തുന്നത് മുതൽ നമ്മളെ രാത്രി കിടത്തി ഉറക്കുന്നത് വരെ പല ആളുകളും നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന് നമുക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരുന്നു. സോ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നമുക്ക് സാധിക്കില്ല അല്ലേ. നമുക്ക് എത്ര സമയം ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ചിലവഴിക്കാൻ പറ്റും ഒരു ദിവസം? അതിൽ തന്നെ എത്ര ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്? സോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് നമ്മൾ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുമ്പോഴുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മലയാളം പഠിച്ചതുപോലെ പഠിച്ചെടുക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ നമ്മളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ ഇംഗ്ലീഷ് തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ, കുറേശ്ശെ ആയിട്ട് കുറച്ച് സമയം എടുത്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിച്ചെടുക്കാൻ പറ്റും എന്ന് വിചാരിക്കാം. പക്ഷേ എന്നാലും നമുക്ക് ഇംഗ്ലീഷ് ഒരു ബിസിനസ് ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അങ്ങനത്തെ ഒരു പേർപ്പസിന് നമ്മളിങ്ങനെ കേട്ട് പഠിക്കുന്ന ഒരു എക്സ്പെർട്ടൈസ് മാത്രം മതിയാവില്ല. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ മലയാളികളായ മലയാളം നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നൊക്കെ ചില ആളുകൾ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എവിടെയെങ്കിലും എഴുതി കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് മറുപടി അയക്കേണ്ട ഒരു ആവശ്യം വന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ വേറെ ആരെങ്കിലും പോയി കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ അവരെ കൊണ്ട് അത് ഡ്രാഫ്റ്റ് ചെയ്യിക്കാറുണ്ട്. അതെന്താ കാരണം? ഇപ്പം നമ്മൾ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന ലാംഗ്വേജാണ്. പക്ഷേ കാരണം എന്താണ്, ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ നമ്മൾ ഈ ലാംഗ്വേജിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ അത് ഒരു നോർമൽ സ്പീക്കർക്ക് അറിഞ്ഞോളണമെന്നില്ല, നമ്മളെ മദർ ടങ് ആയാൽ പോലും. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളെ സമീപിക്കുന്നത്. സോ ഇംഗ്ലീഷ് നമ്മൾ മലയാളം പോലെ ഉപയോഗിക്കാനുള്ള ഒരു ലാംഗ്വേജ് അല്ല, അതൊരു
ഒരു പ്രൊഫഷണൽ മേഖലയിൽ, ബിസിനസ് മേഖലയിൽ, ഫോർമൽ സിറ്റുവേഷൻസിൽ ഒക്കെ നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ടി വരും. സോ അവിടെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കേട്ട് പഠിച്ച ഒരു ഇംഗ്ലീഷ് മാത്രം മതിയാവില്ല. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷ് സെൻറ്റൻസുകളെക്കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് കാര്യം മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനാണ് ഇതുപോലെയുള്ള സ്ട്രക്ചർ, ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, അതിനൊക്കെ ഓരോന്നിനും എന്താണ് പറയുക, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് ഏത് രൂപത്തിൽ യൂസ് ചെയ്താൽ എന്ത് മീനിങ് കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. സോ അത് പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഇൻഡിപെൻഡൻറ്റ് യൂസേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷ് എവിടെയെങ്കിലും പോയി പറയേണ്ട ഒരു ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നാൽ, ഒരു ഇമെയിൽ അയക്കേണ്ട ആവശ്യം വന്നു, ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യം വന്നു, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിൽ ഒരാൾക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കേണ്ട ആവശ്യം വന്നു, ഇംഗ്ലീഷ് ഇങ്ങനെ പല മേഖലയിലും നമുക്ക് ആവശ്യം വന്നുകൊണ്ടിരിക്കും. സോ അങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ രണ്ടാമത് ഒരാളെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ആ ആവശ്യം നമുക്ക് സ്വന്തമായിട്ട് തന്നെ മാനേജ് ചെയ്യാൻ കഴിയണം. എനിക്കങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങളെയും ആക്കിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബേസിക് ലെവൽ മുതലുള്ള ഓരോ കാര്യം എടുത്ത് അത് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്ത് അതിൽ ഇനി ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഒരു സംഭവം ഇനി നമ്മൾ വേറെ എവിടെയും പോയി പഠിക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ടാവരുത്. അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ഈ ഒരു കോഴ്സ് നമ്മുടെ ഇതിൻ്റെ ഒരു ലെവൽ 1 ആണിത്. ഇതിലൊരു 100-110 വീഡിയോസ് വരും ലെവൽ 1 എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ. സോ അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാൻ നിങ്ങളെ കേപ്പബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് വളരെ വിശദമായിട്ട് ബേസിക് ലെവൽ മുതൽ തന്നെ നമ്മൾ പഠിക്കുന്നത്. കുറച്ച് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറേശ്ശെ ഹയർ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഓൾറൈറ്റ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. സോ വേർബായിരുന്നു അല്ലേ? വേർബാണ് നമ്മൾ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ ഏറ്റവും കണ്ണായി. നമ്മൾ ആ സ്റ്റോറി ഓർക്കുന്നില്ലേ, നമ്മുടെ ആ ശില്പിയുടെ സ്റ്റോറി. സോ ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ കണ്ണായ ഭാഗമാണ് ഇത് വേർബ്. ഇനി നമ്മൾ മലയാളത്തിൽ ചില കാര്യങ്ങൾ കണ്ടിരുന്നു അല്ലേ? മലയാളത്തിൽ നമ്മൾ വേർബിനെ കണ്ടിരുന്നു. ഏത് വേർബാണ് നമ്മൾ അന്ന് എക്സാമ്പിൾ എടുത്തത്? കുടിക്കുക എന്ന് പറയുന്ന വേർബാണ് അല്ലേ? ഈ കുടിക്കുക എന്ന് പറയുന്ന വേർബ് എന്താണെന്നാണ് പറഞ്ഞത്? അതൊരു അടിസ്ഥാന രൂപമാണ് അല്ലേ? അല്ലെങ്കിൽ അതിന് നമ്മളെന്താ ഇംഗ്ലീഷിൽ പറഞ്ഞത്? ബേസ് ഫോമാണ്. ഓക്കെ. ഇനി ഇതിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പല രീതിയിലും മാറ്റി ഉപയോഗിക്കും. കുടിച്ചു എന്നാക്കും, കുടിക്കുകയാണ് എന്നാക്കും, കുടിച്ചിട്ടുണ്ട് എന്നാക്കും, അല്ലെങ്കിൽ കുടിക്കണം എന്നാക്കും, അല്ലെങ്കിൽ കുടിക്കും എന്നാക്കി മാറ്റും അല്ലേ? അല്ലെങ്കിൽ കുടിക്കുകയായിരുന്നു എന്നാക്കി മാറ്റാറുണ്ട്, അല്ലെങ്കിൽ കുടിക്കുകയാണ് എന്നാക്കാറുണ്ട്. പിന്നെ കുടിക്കുകയായിരിക്കും എന്നാക്കാറുണ്ട്, കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ പല സിറ്റുവേഷൻ അനുസരിച്ചും നമ്മൾ ഈ കുടിക്കുക എന്ന് പറയുന്ന ഈ സംഭവത്തിനെ പല രീതിയിലാക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ? കുടിക്കുക എന്ന് തന്നെ ഉപയോഗിക്കും, അതല്ലാതെ ഇത്രയും പല രീതിയിലാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ഒരു വേർബ് എടുത്താലും ആ വേർബിനെ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതുപോലെയുള്ള പല ഫോമുകളിലേക്ക് മാറ്റിയിട്ടും ഉപയോഗിക്കാം. മലയാളം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ്. ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ സ്ട്രക്ചറിലൊക്കെ, എങ്കിലും രണ്ടിൻ്റെയും ഫങ്ഷൻ ഒന്നാണ്. രണ്ടിൻ്റെയും ഫങ്ഷൻ എന്താണ്? നമ്മൾ ചെയ്ത കാര്യം വ്യക്തമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യം മറ്റൊരാളോട് പറയുക അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾ അബൌട്ട് ആസ്കിങ് ആൻഡ് ടെല്ലിങ് എന്നാണ് പറയാറുള്ളത്. അതായത് ചോദിക്കുക, പറയുക, ഇതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി അങ്ങനെ പറയാം അല്ലേ? അപ്പോൾ ഇംഗ്ലീഷിലുള്ളൊരു വേർബിനെ ഇനി ഇതുപോലെയൊക്കെ ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കുറച്ച് ദിവസങ്ങൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിച്ചാലേ നമ്മൾ ഈ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞു എന്നാണോ ഈ പറയണത്, അതോ ചെയ്യും എന്നാണോ പറയുന്നത്, അതല്ലെങ്കിൽ ചെയ്യുക നമ്മൾ നേരത്തെ കണ്ടപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു എന്നാണോ പറയണത്, എന്താ പറയുന്നതെന്ന് ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ മാറ്റി പറയുന്നത്. അതേ പ്രോസസ്സ് തന്നെ നമുക്ക് എവിടെയും ചെയ്യണം, ഇംഗ്ലീഷിലും ചെയ്യണം. സോ ഇംഗ്ലീഷിലും ഇതുപോലെ എന്തുണ്ട്? ഈ കുടിക്കുക എന്ന് നമ്മൾ പറഞ്ഞതുപോലത്തെ ബേസ് ഫോം ഉണ്ട്, പിന്നെ
ഈ പറഞ്ഞ പോലത്തെ ഒരുപാട് ഫോമുകളുണ്ട്. സോ അതൊക്കെ എന്താണ് എന്ന് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. സോ ഇപ്പം ഇംഗ്ലീഷിൽ ഇപ്പം മലയാളത്തിൽ നമുക്ക് ബേസ് ഫോം ഉള്ളതുപോലെ നമുക്ക് ഇംഗ്ലീഷിലും എന്ത് ഫോം ഉണ്ട്? ബേസ് ഫോം ഉണ്ടാവും എല്ലാ വേർബിനും. പക്ഷേ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു വേർബിന് തന്നെ 2 ബേസ് ഫോം ഉണ്ട്. ഇപ്പം നമ്മൾ കുടിക്കുക എന്നുള്ള അത് ഒരു ബേസ് ഫോമാണ്. ഇനി വേറൊരു ബേസ് ഫോം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം കളിക്കുക, അത് വേറൊരു ബേസ് ഫോമാണ് അല്ലേ? അല്ലെങ്കിൽ ഓടുക, ഇത് മലയാളത്തിലുള്ള വേറൊരു ബേസ് ഫോമാണ്. ഇതിനെ നമ്മൾ ഓടുകയാണ്, ഓടിയിട്ടുണ്ടാവും, ഓടുകയായിരിക്കും എന്നൊക്കെ ആക്കി ഉപയോഗിക്കുകയാണ് ചെയ്യുക. എന്നതുപോലെ ഇംഗ്ലീഷിലും എന്തുണ്ട്? വേർബുകൾക്ക് ബേസ് ഫോം ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ എന്തുണ്ട്? 2 ബേസ് ഫോം ഉണ്ട്. അതേതൊക്കെയാണ്? ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം. ഇപ്പം ഈ ഡ്രിങ്ക്, ഇപ്പോൾ ഇവിടെ കുടിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത്, ഈ കുടിക്കുക എന്ന വേർബിനുള്ള ഇംഗ്ലീഷിലുള്ള ബേസ് ഫോം എന്ന് പറയുന്നത് ഡ്രിങ്ക് എന്നുമുണ്ട്, ഡ്രിങ്ക്സ് എന്നുമുണ്ട്. ഒരു എസ് ചേർത്തൊരു ഫോമും കൂടി ഉണ്ട്. ഇങ്ങനെ 2 ബേസ് ഫോം ഉണ്ട്. നേരെ മറിച്ച് മലയാളത്തിൽ നമുക്ക് കളിക്കുക എന്ന് പറഞ്ഞാൽ കളിക്കുക, ആ ഒരു ഫോം തന്നെ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മറ്റു ഫോമുകളാണ്. ബേസ് ഫോം അടിസ്ഥാന രൂപമായിട്ട് ഈ 1 ഉണ്ടാവുള്ളൂ. ഇംഗ്ലീഷിൽ 2 ഉണ്ടാവും. ഇപ്പോൾ റൺ എന്ന് പറയുന്ന വേർബാണെന്നുണ്ടെങ്കിൽ റൺസ് എന്നും ബേസ് ഫോം ആയിട്ട് പറയാറുണ്ട്. പ്ലേ എന്ന് പറയുന്ന വേർബാണെങ്കിൽ പ്ലേസ് എന്നും ബേസ് ഫോം ആയിട്ട് പറയാറുണ്ട്. അതുപോലെ ഈറ്റ് എന്നതൊരു ബേസ് ഫോമാണ്. അതേ വേർബിൻ്റെ തന്നെ ബേസ് ഫോം തന്നെയാണ് ഈറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്ലീപ്പ് എന്ന് പറയുന്ന ബേസ് ഫോമിൻ്റെ അതേ യൂസ് തന്നെയാണ്, അല്ലെങ്കിൽ സെയിം ബേസ് ഫോം തന്നെയാണ് സ്ലീപ്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഈ 2 ബേസ് ഫോം? അതെന്തിനാന്നുള്ളത് നമ്മൾ ഇനി സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ പഠിക്കും അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോഴേ അതൊന്നും കൂടി വ്യക്തമാവുള്ളൂ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്? മലയാളത്തിൽ വേർബുകൾക്ക് ബേസ് ഫോം ഉള്ളതുപോലെ ഇംഗ്ലീഷിലും ബേസ് ഫോം ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ 2 ബേസ് ഫോം ഉണ്ട്. ഒന്ന് ഡ്രിങ്ക്, ഒന്ന് നമ്മൾ എസ് ഇല്ലാത്ത ഫോം, ഒന്ന് എസ് ഉള്ള ഫോം. ഇനി ഇതല്ലാതെ ഇതുപോലെ പല ഫോമിലേക്കും നമുക്ക് ഇംഗ്ലീഷിലുള്ള വേർബിനെ മാറ്റണ്ടേ? സോ അങ്ങനെ മാറ്റുമ്പോഴുള്ള ഒരു 2-3 ഫോമും കൂടി നമ്മൾ ഇന്ന് നോക്കാം. അത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ ഇനിയിപ്പോൾ ഈ ഡ്രിങ്ക് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എന്നുള്ളതിനെ നമ്മൾ വേറൊരു ഫോമിലേക്ക് മാറ്റിയിട്ടുള്ള രൂപമാണ് ഡ്രാങ്ക് എന്ന് പറയുന്നത്. ഡ്രാങ്ക്, ഈ ഡ്രാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഈ കുടിച്ചു എന്ന ഫോമാണത്. കുടിച്ചു, അതായത് കുടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആ സംഭവം കഴിഞ്ഞു എന്നുള്ളതാണ്. ആ പ്രവർത്തനം, കുടിക്കുക എന്ന പ്രവർത്തനം കഴിഞ്ഞു. അപ്പം നീ ചായ കുടിച്ചോ? ഞാൻ കുടിച്ചു. കുടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പം എന്താ ഉദ്ദേശിക്കുന്നത്? ആ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു അല്ലേ? അവൻ ഉറങ്ങിയോ? ഉറങ്ങി. ഉറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുക എന്ന പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു അല്ലേ? അല്ലെങ്കിൽ അവൻ പോയോ? പോയി എന്ന് വെച്ചാൽ ആ സംഭവം നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ നടന്നു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ കുടിച്ചു എന്ന് പറയുന്നത് അല്ലേ? അതേ ഫോം ഇംഗ്ലീഷിൽ എന്താ വരിക? ഡ്രിങ്ക്, കുടിക്കുക എന്നുള്ളതിൻ്റെ ആ ഫോമാണത് ഡ്രാങ്ക് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പിന്നെ ഒന്നുകിൽ ഇതിനെ പാസ്റ്റ് ഫോം എന്ന് പറയും, അല്ലെങ്കിൽ ഇതിനെ വേർബിൻ്റെ 2ാമത്തെ ഫോം എന്ന അർത്ഥത്തിൽ V2 എന്നും പറയാറുണ്ട്. വേർബിൻ്റെ 2nd ഫോം. അപ്പോൾ ഇതിനെ നമുക്ക് വേർബിൻ്റെ 1st ഫോം എന്നും വിളിക്കാം. മനസ്സിലായോ? സോ ഇത് ഈ ബേസ് ഫോം എന്ന് പറയുന്നത് വേർബിൻ്റെ 1st ഫോം, അത് V1 എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി വിളിക്കാം. ഇതിന് വേറെ പേരൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. സോ അത് ഈ V1 2 രൂപത്തിലുണ്ട്. എസ് ഉള്ളതുകൊണ്ട് എസ് ഇല്ലാത്തതുകൊണ്ട്, എല്ലാ വേർബിനും അങ്ങനെയുണ്ട്. ഓക്കെ, ഇനി വേർബിൻ്റെ 2ാമത്തെ ഫോം മറ്റൊരു ഫോമിലേക്ക് മാറ്റിയതാണ് ഈ V2, അല്ലെങ്കിൽ ഇതിനെ പാസ്റ്റ് ഫോം എന്ന് വിളിക്കും. അത് ഇപ്പോൾ ഡ്രിങ്കിൻ്റെതാണെങ്കിൽ ഡ്രാങ്ക് എന്നാണ്, റണ്ണിൻ്റെ ആണെങ്കിൽ റാൻ എന്നാണ്, പ്ലേൻ്റെതാണെങ്കിൽ പ്ലേഡ് എന്നാണ്, ഈറ്റിൻ്റെതാണെങ്കിൽ എയ്റ്റ് എന്നാണ്, സ്ലീപ്പിൻ്റെതാണെങ്കിൽ സ്ലെപ്റ്റ് എന്നാണ്. സോ ഈ 2ാമത്തെ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ചെയ്ത് കഴിഞ്ഞു എന്നാണ് അല്ലേ? അപ്പോൾ
ഡ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞു അഥവാ കുടിച്ചു. റൺ അതിൻ്റെ സെക്കൻഡ് ഫോമാണ് റാൻ എന്ന് വെച്ചാൽ റൺ എന്ന് പറഞ്ഞാൽ ഓടുക, റാൻ എന്ന് പറഞ്ഞാൽ ഓടി. അതുപോലെ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, അതിൻ്റെ സെക്കൻഡ് ഫോമാണ് പ്ലേഡ്. പ്ലേഡ് എന്ന് പറഞ്ഞാൽ കളിച്ചു. ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക, തിന്നുക. എയ്റ്റ് എന്ന് പറഞ്ഞാൽ തിന്നു. സ്ലീപ്പ് അതിൻ്റെ സെക്കൻഡ് ഫോമാണ് സ്ലെപ്റ്റ്. സോ സ്ലെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഉറങ്ങി. അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസിൽ വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് കാണുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്ത്, അത് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ആ പറയുന്നത് എന്ന്. മനസ്സിലായില്ലേ? ഇനി വേർബിൻ്റെ വേറൊരു ഫോമാണ് വേർബിൻ്റെ തേർഡ് ഫോം, അടുത്ത ഫോം കേട്ടോ. തേർഡ് ഫോം. ഈ തേർഡ് ഫോമിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും വിളിക്കാറുണ്ട്. എന്ത് വിളിക്കും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതൊക്കെ നമ്മുടെ നോട്ട്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരുപാട് ഈ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം, ഫോർത്ത് ഫോമിൻ്റെ ഒരു വലിയ ലിസ്റ്റും നിങ്ങൾക്ക് തരും പിന്നെ ഇതിൽ. ഓക്കെ, സോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ പി ഫോം എന്ന് ഷോർട്ടായിട്ട് വിളിക്കും, അല്ലെങ്കിൽ വേർബിൻ്റെ തേർഡ് ഫോം എന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പം ഇത് മറ്റൊരു ആശയമാണ് കൊടുക്കുക. ഇപ്പോൾ ഡ്രിങ്ക് ആയി, ഡ്രാങ്ക് ആയി. ഇനി ഇതിൻ്റെ തേർഡ് ഫോം വരുന്നത് ഡ്രങ്ക് എന്നാണ്. റൺ, റാൻ. ഇതിൻ്റെ തേർഡ് ഫോം വീണ്ടും റൺ എന്ന് തന്നെയാണ് വരിക. പ്ലേൻ്റെത് പ്ലേഡ്, ഇതിൻ്റെ തേർഡ് ഫോമും പ്ലേഡ് തന്നെയാണ്. ഈറ്റിൻ്റെത് എയ്റ്റ്, ഈറ്റൺ എന്നാണ് പറയുക. എന്താണ് തേർഡ് ഫോം ആയിട്ട് പറയാം? ഈറ്റൺ. ഇപ്പം നമ്മളിവിടെ കുടിക്കുകയാണ് അല്ലെങ്കിൽ കുടിക്കുകയായിരിക്കും എന്നൊക്കെ മാറ്റി ഉപയോഗിക്കുന്നുണ്ടല്ലോ, എന്നതുപോലെ ഈറ്റ്, എയ്റ്റ്, എയ്റ്റൺ, ഈറ്റൺ. സ്ലീപ്പ്, സ്ലെപ്റ്റ്. ഇവിടെയും സ്ലെപ്റ്റ് തന്നെയാണ് പറയാം. സോ ഇങ്ങനെ എല്ലാ വേർബിനും എന്തുണ്ട്? സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മളിങ്ങനെ യൂസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ നമ്മളൊരു തലക്കന്ന് ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എല്ലാ വേർഡ്സിൻ്റെയും ഈ ഫോംസൊക്കെ എല്ലാം കൂടി ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ നമുക്ക് വായിച്ചൊക്കെ മനസ്സിലാക്കി വെക്കുക. ബാക്കി നമ്മൾ ഈ ട്രാൻസ്ലേഷൻ എക്സസൈസ് അതൊക്കെ തരില്ലേ, സോ അതിലൊക്കെ ഇതിൻ്റെ വിവിധ ഫോംസ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് ഏതാണെന്ന് നോക്കി ഉപയോഗിച്ചിട്ട് എല്ലാം കൂടിയാണ് ഇത് മനസ്സിലാക്കി വെക്കുന്നത്. ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു ഇപ്പോൾ ചില ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് എന്ന് പറയുമ്പോൾ ഈ ബേസ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഒക്കെ ഡിഫറെൻ്റ് ആണ് അല്ലേ? മൂന്ന് രൂപത്തിലാണ് വരുന്നത്. നേരെ മറിച്ച് ഇവിടെ നോക്കൂ, റൺ, റാൻ, റൺ. അപ്പോൾ ഈ ബേസ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിളും സെയിം തന്നെയാണ്. ഇവിടെ മാത്രമേ സെക്കൻഡ് ഫോം മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ? ഇപ്പം കട്ട് എന്ന് പറയുന്ന വേർബാണെങ്കിൽ കട്ട് മുറിക്കുക. സോ ഇതിൻ്റെ ബേസ് ഫോമും കട്ട് തന്നെയാണ്, പാസ്റ്റ് ഫോമും കട്ട് തന്നെയാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും കട്ട് തന്നെയാണ്. സോ അപ്പോൾ നോക്കൂ, ഇത് മൂന്നും ഒരേപോലെ തന്നെയാണ്. സോ ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു റൂളൊന്നുമില്ല. ഓരോന്നിൻ്റെതും എന്താണെന്നുള്ളത് നമ്മൾ ബൈ എക്സ്പീരിയൻസ് മനസ്സിലാക്കി വെക്കുക. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർബുകളുടേത് നമ്മൾ യൂസ് ചെയ്ത് മനസ്സിലാക്കുന്നേ ഉള്ളൂ. സോ ഇതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ തരാം. അറ്റ്ലീസ്റ്റ് ഒരു 300 അല്ലെങ്കിൽ ഒരു 500 കോമൺലി യൂസിങ് വേർബ്സിൻ്റെ ഈ 3 ഫോമുള്ള ഒരു ലിസ്റ്റ് തരാം. അപ്പോൾ അത് നിങ്ങൾക്കൊരു റെഫറൻസിനായിട്ട് നിങ്ങൾക്ക് വെക്കാം. ഇതുപോലെ ഒരു ഫോമും കൂടി ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോം. അതാണ് നമ്മൾ പറയുന്ന ING ഫോം എന്ന് പറയുന്ന ഫോം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് വേർബിൻ്റെ ഫോർത്ത് ഫോം എന്ന് വിളിക്കാം. പിന്നെ ഇതിനെ ജെറൻറ്റ് ഫോം എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രസീവ് എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പല പേരും വിളിക്കാറുണ്ട്. അതൊന്നും ഇപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഇതിൻ്റെ വേർബിൻ്റെ ഒരു 4ാമത്തെ ഫോം അല്ലെങ്കിൽ ING ഫോം എന്ന് മനസ്സിലാക്കിക്കോളൂ. അതെന്തെന്നാണ്, ഇതിൻ്റെയൊക്കെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്ത ഫോമാണ്. അതായത് ഡ്രിങ്ക് ആണെങ്കിൽ ഡ്രിങ്കിങ്, സ്ലീപ്പ് ആണെങ്കിൽ സ്ലീപ്പിംഗ്, പ്ലേ ആണെങ്കിൽ പ്ലേയിങ്, ഈറ്റ് ആണെങ്കിൽ ഈറ്റിംഗ് എന്നൊക്കെ. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ 4 ഫോം കണ്ടു അല്ലേ? ഏതൊക്കെയാണത്? വേർബിൻ്റെ ഒന്ന് ബേസ് ഫോം. ബേസ് ഫോം 2 രൂപത്തിലുണ്ട്, എസ് ഉള്ള ഫോമും എസ് ഇല്ലാത്ത ഫോമും. പിന്നെ അതേ വേർബിന് എന്തുണ്ടാവും? ഒരു പാസ്റ്റ് ഫോം ഉണ്ടാവും, അതായത് സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് ഉണ്ടാവും. പിന്നെ അതേ വേർബിന് തന്നെ ഒരു തേർഡ് ഫോം ഉണ്ട്, അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. പിന്നെ അതേ വേർബിൻ്റെ തന്നെ ING ഫോമും നമ്മൾ കണ്ടു അല്ലേ? സോ ഇനി ഇതല്ലാത്ത ഫോമുകളുണ്ട്, കാരണം നമുക്ക് പല രീതിയിലേക്കും മാറ്റിയെടുക്കണം. ഇതിപ്പോൾ നമ്മൾ 4 രീതിയായിട്ടുള്ളൂ.
ഈ 4 രീതിക്കും ഓരോ യൂസേജ് ഉണ്ട്. ഇത് ഒരു സെൻറ്റൻസിൽ ഉപയോഗിച്ചാൽ എന്ത് ആശയമാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് ഇനി നമ്മൾ മെല്ലെ മെല്ലെ പഠിക്കും. ഓരോ ഫോമിൻ്റെയും യൂസേജ് നമ്മൾ പഠിക്കും. ഈ 4 ഫോമും മെയിൻലി എന്തിന് യൂസ് ചെയ്യുന്നതാണ് എന്ന് പഠിച്ച് തീരുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്ക് മലയാളത്തിലൊരാശയം ഉള്ളിൽ വന്നാൽ ഉടനെ അതിനെ ഇംഗ്ലീഷിലേക്ക് ആക്കാൻ കഴിയും. ഈ 4 ഫോമും ഇതിൻ്റെ യൂസേജും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഇനിയിപ്പോൾ ഇതിന് ബാക്കിയുള്ള കുറച്ച് ഫോമുകളുണ്ടല്ലോ, കുടിക്കുകയായിരിക്കും അല്ലെങ്കിൽ കുടിക്കുകയായിരുന്നു എന്നൊക്കെ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ കൂടെ ഇപ്പം നമ്മളിവിടെ കുടിക്കുക എന്നുള്ളതിൻ്റെ കൂടെ യാണ് അല്ലെങ്കിൽ ആയിരിക്കും, അല്ലെങ്കിൽ യായിരുന്നു, കുടിക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെ ചേർക്കുന്നില്ലേ എന്നതുപോലെ ഇതിൻ്റെയൊക്കെ ബാക്കിൽ മറ്റ് ചില ആളുകളെയും കൂടി ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യും. അപ്പം നമുക്ക് എന്തുണ്ടാവും? വേറെയും കുറച്ചുകൂടി ഫോമുകൾ കിട്ടും. പിന്നെ സാധാരണ ഇപ്പോൾ നമ്മൾ കുടിക്കുക എന്നുള്ളതിനെ കുടിക്കുകയായിരുന്നു നോക്കുമ്പോൾ മലയാളത്തിൽ ഈ വേർബിന് ശേഷമാണ് ആഡ് ചെയ്യുക, പക്ഷേ ഇംഗ്ലീഷിൽ ഇതിൻ്റെ മുമ്പാണ് ആഡ് ചെയ്യുക. സോ മുമ്പ് ഇപ്പോൾ ബേസ് ഫോമിനോട് അതിൻ്റെ മുമ്പ് ഇന്ന സംഭവം ആഡ് ചെയ്താൽ ഇന്നത് കിട്ടും. അതേപോലെ ING ഫോമിൻ്റെ മുന്നേ ഇന്നത് ആഡ് ചെയ്താൽ ഇന്ന ആശയം കിട്ടും. അല്ലെങ്കിൽ തേർഡ് ഫോമിൻ്റെ മുമ്പ് ഇന്ന സംഭവം ആഡ് ചെയ്താൽ ഇന്ന ആശയം കിട്ടും. ഇതൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് കുറേശ്ശെ ആയിട്ട് പഠിക്കുകയും ആ പഠിച്ച സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസ് അന്ന് തന്നെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്താവും? ആ സംഭവം നമുക്ക് അങ്ങോട്ട് ശരിക്ക് ക്ലിയർ ആവും. അങ്ങനെ നമ്മളൊരു കുറച്ച് ദിവസത്തെ ക്ലാസ്, ഈ ജനറൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 10 to 15 days നമ്മൾ കൊണ്ട് ഇത് നമ്മൾ കവർ ചെയ്യും. ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്തായി? അത്യാവശ്യം നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ഏത് ആശയത്തെയും എന്താക്കാൻ പറ്റും? ഇംഗ്ലീഷിലേക്ക് ആക്കാൻ പറ്റും. അത് വെച്ച് അതിൻ്റെ ഇംഗ്ലീഷിൽ ചോദിക്കാനും പറ്റും. ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ പറയാൻ പറ്റും. ആ ഒരു കണ്ടീഷനിലേക്ക് നിങ്ങളാവും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇത് നമ്മൾ എക്സാമ്പിൾസ് ട്രൈ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം, ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആളുകൾക്ക് പറഞ്ഞു കൊണ്ടുവന്നതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക്. മെയിൻലി ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ടേക്ക് അവേ എന്താണ്? നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട എന്താണ്? മലയാളത്തിൽ വേർബിന് ഡിഫറെൻറ്റ് ഫോംസ് ആയിട്ട് നമ്മൾ മാറ്റി ഉപയോഗിക്കുന്നത് പോലെ ഇംഗ്ലീഷിൻ്റെ വേർബിനെയും നമുക്ക് ഡിഫറെൻറ്റ് ഫോമിലേക്ക് ആക്കി മാറ്റി ഉപയോഗിച്ചാലേ നമുക്ക് വിവിധ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രിൻസിപ്പിൾ അല്ലേ? ആണ്. ഇനി അതെങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത്? അതിന് നമുക്ക് മെയിൻലി ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെയുള്ള 4 വ്യത്യസ്ത ഫോമുകളുണ്ട് ഇംഗ്ലീഷിൽ ഒരു വേർബിന് തന്നെ. ഒരു വേർബ് എടുത്തു കഴിഞ്ഞാൽ അതിന് ബേസ് ഫോമായിട്ട് 2 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഒരു പാസ്റ്റ് ഫോം വരുന്നുണ്ട്, ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നുണ്ട്, ഒരു ING ഫോം വരുന്നുണ്ട്. ഇതൊക്കെ എന്തിനുള്ളതാണെന്നൊന്നും ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ടൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്, ഇത് എവിടെ ഉപയോഗിക്കാൻ പറ്റും, ഇതൊന്നും പറഞ്ഞില്ല. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഉപയോഗം നമ്മൾ കുറേശ്ശെ പഠിക്കും. ഇനി ഇതല്ലാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിനോട് വേറെ ചില കുഞ്ഞന്മാരെയും കൂടി കൂട്ടിച്ചേർത്ത് കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വീണ്ടും പുതിയ ഫോമുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ചെണ്ണേ ഉള്ളൂ, വളരെ കുറച്ചെണ്ണേ ഉള്ളൂ, ഒരു 10-12 കേസുകളേ ഉള്ളൂ. അതും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ you guys are done and you guys are ready for converting any ideas into English. Okay, so let's stop today's class here. I believe this is pretty enough for you guys, for the basic level learners. So what I have to tell you is you have to come back daily, check my videos. I will upload videos almost every day, and except on Sundays there will be no videos, and all the other weekdays you guys will receive or I will upload new videos in the YouTube. So what you have to do is you have to come back every day, check the video, watch it till the end,